എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്തു. അപ്പോൾ പുതുതായി വന്നവരൊക്കെ കാണാത്തതൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുമ്പോൾ അത് ഞാൻ പലതും ഓൾറെഡി മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ടിപ്സാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ സവോളയൊക്കെ മുറിക്കുന്ന സമയത്ത് തൊലി കളഞ്ഞെടുക്കുമ്പോൾ വേഗം പോരാനായിട്ട് ആദ്യം ആ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്യുക, പിന്നെ ആ ഒരു ബാക്കിലത്തെ ഭാഗവും കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ തൊലി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി ഇങ്ങോട്ട് പോരും. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ കൂടുതൽ നല്ലതാണ്, വേഗം തന്നെ പോരും കേട്ടോ. ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ ഇത് ഇങ്ങനെ പറ്റുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു സെൻറ്ററിൽ വരുന്ന ഭാഗമല്ലേ, നമ്മൾ അരിയുന്ന സമയത്താണ് ഇത് കട്ട് ചെയ്യാറ്, അത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വയ്ക്കുന്ന സമയത്ത് ഈസിയാണ്, പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. വേസ്റ്റൊന്നും കളയാനുണ്ടാവില്ല. എല്ലാ വേസ്റ്റും നമുക്ക് ഈ ഒരു തൊലിയുടെ ഒപ്പം തന്നെ കളയുകയും ചെയ്യാം. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ കഴുകിയിട്ട് ഉണക്കാൻ വയ്ക്കുമ്പോൾ, ഇപ്പോൾ പിന്നെ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ അകത്ത് തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ക്ലിപ്പ് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം വാർന്നു പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഉണക്കാൻ വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കൂ. അടുത്തൊരു ടിപ്പ്, നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള പപ്പടം നമ്മൾ ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അത് കേടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുറച്ച് ദിവസം അത് കേടാവാണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ്, കുറച്ചധികം ഇഞ്ചിയൊക്കെ നമ്മൾ വാങ്ങി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ ചീഞ്ഞൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ ആയിട്ട് പോവും. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജോ എന്തെങ്കിലും കുറച്ച് പേപ്പർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഇഞ്ചി വയ്ക്കുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് പേപ്പർ തന്നെ വയ്ക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കേടാവാണ്ടിരിക്കും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇഞ്ചി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ ഒരു പേപ്പറിന് നനവ് വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് പേപ്പർ മാറ്റി വെച്ച് കൊടുക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തൊരു ടിപ്പും അതുപോലെ തന്നെ കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ കറിവേപ്പ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഇതുപോലെ ലാസ്റ്റ് കുറച്ച് പേപ്പർ നമ്മൾ ഇഞ്ചിക്ക് ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ കറിവേപ്പില ഇങ്ങനെ ഇലകളായിട്ട് ഇടാം, അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എടുക്കാൻ. അല്ലെങ്കിൽ തണ്ടായിട്ട് ഇട്ടാലും മതി. എന്നിട്ട് കുറച്ച് ഇടയിൽ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ അടക്കടക്കായിട്ട് ഇടാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇടയിൽ ന്യൂസ് പേപ്പർ വരുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും. പിന്നെ ഈ ഒരു വെക്കുന്ന സമയത്ത് കറിവേപ്പിലകൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് തുടച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പേപ്പർ ഇടയിൽ വെച്ചിട്ട് ലാസ്റ്റും പേപ്പർ വെച്ചിട്ട് മൂടി കൊടുക്കുക. ഒരു എയർ ടൈറ്റ് ബോക്സിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഏറ്റവും താഴെയോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ വെക്കുക കേട്ടോ. അപ്പോൾ കുറേ നാൾ കറിവേപ്പില കേടാവാണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു ബ്രാൻഡിൻ്റെ പപ്പടം തന്നെ വാങ്ങുമ്പോൾ ആ പപ്പടം നല്ല പപ്പടമാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ളൊരു ടിപ്പാണ്. ഇതുപോലൊരു കഷ്ണം പപ്പടം എടുക്കുക, ഒരു പകുതി പപ്പടം എടുത്താലും മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ആ ഒരു പപ്പടം മുക്കി വയ്ക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അത് എടുത്ത് നോക്കാം. അത് എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, അതിന് ഒരു മാറ്റവും ഇല്ല, അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ വിട്ടു പോകണമൊന്നുമില്ല. നല്ല പപ്പടമാണെങ്കിൽ ഇതിങ്ങനെ ആകെ അലിഞ്ഞ പോലെ ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇത് അത്ര നല്ല പപ്പടമൊന്നുമല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്നും പറ്റാണ്ടിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് കുറച്ച് ബലം പ്രയോഗിച്ച് ആക്കിയാൽ മാത്രമേ പൊട്ടണുള്ളൂ. അല്ലെങ്കിൽ നല്ല പപ്പടമായിരുന്നെങ്കിൽ ഇതിങ്ങനെ അലിഞ്ഞ് ആ വെള്ളത്തിൻ്റെ ഒപ്പം ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ആകെ മിക്സായി പോയേനെ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില സവോളയുടെ തൊലി വല്ലാണ്ട് ഇങ്ങനെ നൈസായിരിക്കും, നമുക്കിങ്ങനെ ഒലിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സവോളകൾ നമ്മൾ ഒരു 10-15 മിനിറ്റ് 15-20 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് തൊലി കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു തൊലി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അങ്ങനത്തെ സവോള കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അടുത്തൊരു ടിപ്പും ആരും എന്നോട് ചോദിച്ചിരുന്നതാണ്. അപ്പോൾ മാർക്കർ പെന്നില്ലേ, CD മാർക്കർ പെട്ടെന്ന് തന്നെ മഷി കട്ട പിടിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ CD മാർക്കർ ഇങ്ങനെ ടോപ്പ് ഊരിയിട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ ആവശ്യം കഴിയുമ്പോൾ അടച്ച് വയ്ക്കുക. അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ അവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം ഇട്ടാൽ മതി, അപ്പോഴേക്കും അതിങ്ങനെ മഷി പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നുണ്ടോ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തനിയെ അതിങ്ങനെ ശരിയാവും, ചിലപ്പോൾ അത് ശരിയാവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CD മാർക്കർ എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടോപ്പ് ഇട്ടിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. അടുത്തൊരു ടിപ്പ് നമ്മുടെ ഗ്യാസൊക്കെ സേവ് ചെയ്യാനും നമ്മുടെ സമയം സേവ് ചെയ്യാനുള്ള ഒരു കൊച്ചു കിച്ചൺ ടിപ്പാണ് കേട്ടോ. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പോവില്ലേ, ഓരോരോ പുട്ടുകളായിട്ട് വേവിച്ചെടുക്കുമ്പോൾ. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു ചിരട്ടെടുക്കുക, എന്നിട്ട് അതിൽ തേങ്ങ ഫില്ല് ചെയ്യുക, പിന്നെ പുട്ടുപൊടി ഫില്ല് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് എടുക്കുക. ഇഡ്ഡലി തട്ട് എടുത്തിട്ട് നമ്മൾ ആ ഓരോ പുട്ടുകളും ആ ഒരു തട്ടിലേക്ക് ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പുട്ടുണ്ടാക്കിയിട്ട് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇതിലിങ്ങനെ നിരത്തി ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചിരട്ടിയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തട്ടിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് വലിയ ചിരട്ടിയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ അധികം പേരൊന്നുമില്ല, ആകെ 4 പുട്ടിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിലാണ് കേട്ടോ, ഇഡ്ഡലി തട്ടിൻ്റെ തന്നെ ഏറ്റവും അടിയിലുള്ള ഈ ഒരു തട്ടില്ലേ, ഇതിലാണ് ചെയ്യുന്നത്. ഇതിൽ 4 എണ്ണം വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം പേരൊക്കെ ഉണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു കുഴികളിൽ ചെറിയ ചിരട്ട വെച്ചിട്ട് ചെയ്യാം. എല്ലാ കുഴികളിലും വേണമെങ്കിൽ നമുക്ക് ഓരോ ചിരട്ട വെച്ച് ഇങ്ങനെ കമത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 തട്ടും ഉണ്ടാവില്ലേ, 2ലും വെക്കാൻ പറ്റും. അപ്പോൾ എത്ര ആളുണ്ടെങ്കിലും ഒരുപാട് പുട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ഇഡലിയൊക്കെ വേവിക്കുന്ന പോലെ ഒരു 10-15 മിനിറ്റിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇഡലി മാവ് ഒഴിക്കുന്ന ആ ഒരു കുഴിയുള്ള തട്ടിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കണക്കായിട്ടുള്ള കുഞ്ഞി ചിരട്ട കിട്ടുമ്പോൾ അത് ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി. പിന്നെ എപ്പോഴും അതന്നെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് പുട്ട് നമുക്ക് അതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തെന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്